അപ്പോൾ ഇന്ന് നരിവേട്ട കണ്ടിട്ട് വരികയാണ്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ വീഡിയോയ്ക്ക് ഒരു ലൈക്കൊക്കെ കൊടുത്ത് പ്രോത്സാഹിപ്പിക്കാം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകളൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ സിനിമ പോയി കണ്ട് വന്നപ്പോഴേക്കും അവസാനമായപ്പോഴേക്കും സത്യം പറഞ്ഞാൽ എനിക്ക് കരച്ചിലാണ് വന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പത്രങ്ങളിലും അതേപോലെ മാധ്യമങ്ങളിലൊക്കെ പലതരം സമരങ്ങൾ വായിച്ചറിയാറുണ്ട്. ഇപ്പോൾ സ്ഥലത്തിന് വേണ്ടി, വീടിന് വേണ്ടി, അതേപോലെ ജോലിക്ക് വേണ്ടിയൊക്കെ. അപ്പോൾ നമ്മളത് വായിക്കുന്ന സമയത്ത് അവരുടെ വേദനകളൊന്നും നമ്മൾ അറിയുന്നില്ല. അവർക്ക് അതുവഴി ആ സമരങ്ങൾ വഴി ലഭിക്കുന്ന പീഡനങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല. വായിക്കുമ്പോൾ ചിലരൊക്കെ മരണപ്പെട്ടു, അതുപോലെ ഇങ്ങനെയായി അങ്ങനെയായി എന്നുള്ളത് കേൾക്കുന്നു എന്നല്ലാതെ നമ്മളത് കേട്ടതിന് ശേഷം അങ്ങനെ വിടുകയാണ്. പക്ഷേ അതൊക്കെ നമ്മളെ ഓർമ്മയിലേക്ക് ശരിക്ക് കൊണ്ടുവരാൻ ഈ സിനിമയുടെ കഥ എഴുതിയ അബിൻ ജോസഫ് ശരിക്കും ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥയും തിരക്കഥയും ഗംഭീരമാണ്. അപ്പോൾ സിനിമ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് കരച്ചിലാണ് വന്നത്. അപ്പം നമുക്ക് എല്ലാം ഉണ്ട്, പക്ഷെ സമരം ചെയ്യുന്നവർക്ക് എന്തുണ്ട് എന്നുള്ളത് അവർക്കേ അറിയുള്ളൂ, അവരുടെ വേദനകളൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ സിനിമകൾ കാണുമ്പോഴെങ്കിലും നമുക്ക് അതൊക്കെ ഒരു നിമിഷം ചിന്തിക്കാനുള്ള ഒരു അവസരമാണ് അബിൻ ജോസ് ഈ കഥയിലൂടെ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ ഡയറക്ടർ അനുരാജ് മനോഹർ കക്ഷി നല്ല രീതിയിൽ തന്നെ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പുള്ളിയുടെ കയ്യിലാണല്ലോ ഉള്ളത്. ശ്രദ്ധിക്കേണ്ടത് കഥാപാത്രങ്ങളെ അഭിനയിപ്പിക്കുന്ന കാര്യമായാലും ശരി, അതേപോലെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി മറ്റ് കാര്യങ്ങളെല്ലാം ശരിയായി വന്നിട്ടുണ്ടോ എന്നൊക്കെ ഡയറക്ഷനാണല്ലോ നോക്കേണ്ടത്. അപ്പോൾ അദ്ദേഹം നന്നായിട്ട് തന്നെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ സിനിമയ്ക്ക് മ്യൂസിക് കൊടുത്തിരിക്കുന്നത് ജേക്സ് ബിജോയാണ്. കക്ഷി നല്ല കിടിലം മ്യൂസിക് തന്നെ ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര ആക്ഷൻ സിനിമ എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു സമരമുറയിൽ പോകുന്ന ഒരു സിനിമയാണ്. പക്ഷേ എന്നിരുന്നാലും ഈ സിനിമയിൽ ടൊവിനോ തോമസിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഒരു കാര്യമുണ്ട്. ആ സമയത്ത് ഒരു ഭയങ്കരമായ ഒരു മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. അത് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് നന്നായിട്ടുണ്ട്, നല്ല മ്യൂസിക്. അതേപോലെ ഇതിലെ ആര്യ സലീം ആദിവാസികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ലേഡിയായിട്ട് അവർക്ക് ഒരു യോഗത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു മ്യൂസിക് കൊടുത്തിട്ടുണ്ട്, ഗംഭീര മ്യൂസിക്. അതേപോലെ സിനിമയിൽ ഉടനീളം നന്നായിട്ട് തന്നെ ജേക്സ് ബിജോയ് മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇതിൻ്റെ എഡിറ്റർ ഷമീർ മുഹമ്മദ് കക്ഷി നല്ല രീതിയിൽ തന്നെ എഡിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എവിടെയും ആവശ്യമില്ലാത്ത സംഭവങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ ഈ കഥാപാത്രങ്ങൾ ഒന്ന് അനങ്ങാതെ നിൽക്കുന്ന സമയമൊക്കെ ചിലവരൊക്കെ എഡിറ്റിങ്ങിൽ കയറ്റി വിടും. അത് കാണുമ്പോൾ ഒരു ലാഗ് നമുക്ക് തോന്നും. അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് വേണ്ട ഭാഗങ്ങൾ മാത്രം കക്ഷി എഡിറ്റിങ്ങിൽ ഉൾപ്പെടുത്തി സിനിമ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ അഭിനയിച്ചവരെ കുറിച്ച് പറയാം. ആദ്യം തന്നെ ടൊവിനോ തോമസ് കക്ഷി ഇതിൽ 2 മുഖങ്ങൾ ഞാൻ കണ്ടു കേട്ടോ. ഒന്ന് വന്നിട്ട് കക്ഷിക്ക് നല്ല എയിമുണ്ട് എങ്ങനെ ആകണം എന്നുള്ളതിലൊക്കെ. പക്ഷേ അതേസമയം ആ എയിം കൊണ്ട് തന്നെ അലക്ഷ്യമായ ഒരു യുവാവ്, ഒരു നിസ്സഹായനായ, ഒരു നിരാശ ഉൾക്കൊള്ളുന്ന ഒരു യുവാവായിട്ട് ഒരു മുഖം ടൊവിനോ ഇതിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന് വിപരീതമായിട്ട് ഉത്തരവാദിത്വങ്ങളെ കൃത്യമായി ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസറുടെ മുഖവും ഇതിൽ കണ്ടു. രണ്ടും തന്നെ ടൊവിനോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെ വില്ലൻ ആരാന്ന് ഞാൻ പറയുന്നില്ല, സിനിമ കണ്ട് മനസ്സിലാക്കാം. വില്ലൻ്റെ മുഖം എപ്പോഴും ശാന്തമാണ്, പക്ഷേ അങ്ങേരാണ് വില്ലൻ എന്നുള്ളത് അവസാനമാണ് അറിയുന്നത്. അപ്പോൾ ആ കക്ഷി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ പ്രിയംവദ കൃഷ്ണൻ, ഇവരുടെ അഭിനയം എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ പ്രിയംവദയും ടൊവിനോയും തമ്മിലുള്ള ആ ലവ് സ്റ്റോറിയിൽ ഒരു ഉത്തരവാദിത്വമുള്ള ഒരു ലവറായിട്ട് അവർ അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു അഭിനയം നോക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പഴയ സിനിമകളിലെ ശോഭന ചേച്ചിയുടെ ആ ഒരു അഭിനയമാണ്. ശരിക്കും ഇവരെ കണ്ട ശോഭന ചേച്ചിയെ പോലെ തന്നെ ഉണ്ട് ഏകദേശം. അവരുടെ ബോഡി ലാംഗ്വേജും കണ്ണുകളും അതേപോലെ അവരുടെ അഭിനയ രീതിയൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ശോഭന ചേച്ചിയുടെ മറ്റൊരു പുതിയൊരു ശോഭനയായിട്ട് ഇവർ തിളങ്ങി. ഇപ്പോൾ എല്ലാ സിനിമകളിലും ഇവരുണ്ട്, നന്നായിട്ട് തന്നെ എല്ലാ സിനിമകളിലും അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു ശോഭന ചേച്ചി നമുക്കിപ്പോൾ മലയാളത്തിൽ കിട്ടിയിരിക്കുകയാണെന്ന് പ്രിയംവദയെക്കുറിച്ച് പറയാം. പിന്നെ സുരാജ് വെഞ്ഞാറമൂട് കക്ഷിയുടെ റോളും നല്ലൊരു റോള് തന്നെയാണ്. അത് കക്ഷി കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരു ആദിവാസി യുവാവായിട്ട് ഒരാൾ അഭിനയിച്ചിട്ടുണ്ട്. അയാളുടെ പേര് എനിക്ക് അറിയില്ല കേട്ടോ, അത് എനിക്ക് നോക്കിയിട്ട് കിട്ടിയുമില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും. കക്ഷി പൊളിച്ചിട്ടുണ്ട് കേട്ടോ. കക്ഷി ശരിക്കൊരു ആദിവാസി യുവാവ് എങ്ങനെ ഇരിക്കും അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ വേഷം, അതേപോലെ അഭിനയം, ആ നോട്ടം, ഒരു
സീനിൽ വന്നിട്ട് അദ്ദേഹം ചെയ്ത ജോലിക്കുള്ള കൂലി വാങ്ങുകയാണ്. കൂലി വാങ്ങുമ്പോൾ ആദിവാസി യുവാവായതുകൊണ്ട് തന്നെ കൂലി കൊടുക്കുന്ന മുതലാളി പറ്റിച്ചുകൊണ്ടുള്ള കൂലി കൊടുക്കുമ്പോൾ കക്ഷിയുടെ ആ മുഖം പോകുന്ന ആ ഒരു റിയാക്ഷൻ ഉണ്ട്. അത് കാണുമ്പോൾ എനിക്ക് എന്താ തോന്നിയെന്നറിയോ, നമ്മളൊക്കെ തേങ്ങ ഇടാൻ ആളുകൾ നമ്മൾ വിളിക്കുമല്ലോ നമ്മുടെ വീട്ടിലുള്ള തെങ്ങിലൊക്കെ. അപ്പോൾ അവർക്ക് കൂലി കൊടുക്കുമ്പോൾ നമ്മൾ പിശുക്കിയിട്ടൊക്കെ കൊടുക്കുമല്ലോ അപ്പോൾ ചിലപ്പോൾ അവർ വാങ്ങും. അവർ പറഞ്ഞ കൂലിയേക്കാൾ കുറച്ച് കൊടുത്താൽ അവർ വാങ്ങും. പക്ഷേ ഈ സിനിമയിൽ ഈ ഒരു ആദിവാസി യുവാവായി അഭിനയിച്ച ഇദ്ദേഹം കൊടുക്കുന്ന ഒരു റിയാക്ഷനാണ് അവരുടെ ഉള്ളിൽ ശരിക്കും ഉണ്ടാവുക. പക്ഷെ അവർ പുറത്ത് അങ്ങനെ കൊടുക്കാതെ കിട്ടിയത് വാങ്ങിപ്പോകും. പക്ഷെ ആ ഒരു സീൻ ഇദ്ദേഹം ആ ഒരു റിയാക്ഷൻ കാണിക്കുമ്പോൾ എനിക്ക് ശരിക്ക് അതാണ് ഓർമ്മ വന്നത്. ശരിക്കും അവരുടെ കൂലിയുടെ കാര്യത്തിൽ നമ്മൾ പറ്റിക്കരുത് എന്നൊരു തോന്നൽ ഈ വേഷം ചെയ്ത ഇദ്ദേഹം എനിക്ക് തോന്നിപ്പിച്ചു എന്ന് തന്നെ പറയാം. അതേപോലെ ഈ സിനിമയിലുടനീളം അദ്ദേഹത്തിൻ്റെ അഭിനയം ഗംഭീരമായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമ എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ്. കാരണം മറ്റുള്ളവരുടെ വേദനകളും അവർക്ക് ലഭിക്കുന്ന പീഡനങ്ങളൊക്കെ നമ്മൾ ഒരു ദൃശ്യാവിഷ്കാരമായിട്ട് നോക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഫാമിലി ആയിട്ട് തന്നെ പോയിട്ട് ഈ സിനിമ കാണാം. അങ്ങനെ ഫാമിലി ആയിട്ട് പോയി കാണുമ്പോൾ ഉള്ള പ്രശ്നങ്ങളുള്ള ഭാഗങ്ങളൊന്നും തന്നെ ഈ സിനിമയിൽ ഇല്ല കേട്ടോ. നല്ലൊരു സിനിമയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.